إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി മനുഷ്യൻ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. മാതാപിതാക്കളും മക്കളും ഭാര്യയും കുടുംബജീവിതം നയിക്കുമ്പോൾ അവിടെ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും പരസ്പരം കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോൾ കുടുംബജീവിതത്തിൽ ഊഷ്മളമായ ബന്ധം നിലനിൽക്കാനും ഏറ്റവും സംതൃപ്തമായ ജീവിതം അതിലൂടെ നമുക്ക് സാധ്യമാവുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് കുടുംബം. മാതാപിതാക്കളും ഭാര്യയും മക്കളുമെല്ലാം അല്ലാഹു നൽകിയ വലിയ നിഅമത്താണ്. ഈ നിഅമത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉണർത്തലുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സൂറത്തു തഹ്രീമിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, വിശ്വാസികളെ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും കൽപ്പിച്ചത് അപ്പടി നിർവഹിക്കുന്ന, അല്ലാഹുവിനോട് ഒരിക്കലും അനുസരണക്കേട് കാണിക്കാത്ത ആ മലക്കുകളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച കഠിന കഠോരമായ നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തുകൊള്ളണം എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലിമൂഹും വഅദ്ദിബൂഹും, കുടുംബത്തെ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണം, ഇസ്ലാമിക സംസ്കാരം അവർക്ക് പകർന്നു കൊടുക്കണം. മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഔസു അൻഫുസകും വഅഹ്ലീകും ബിതഖ്വല്ലാഹി വഅദ്ദിബൂഹും, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ വസിയ്യത്ത് നൽകണം തഖ്വ കൊണ്ട്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ അവർക്ക് ഉപദേശം നൽകണം. വഅദ്ദിബൂഹും, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം, ഇസ്ലാമിക സംസ്കാരം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ പലപ്പോഴും നമ്മൾ പഠിക്കാനും കേൾക്കാനും ഇബാദത്തുകൾ ചെയ്യാനും ഒക്കെ നമ്മൾ തയ്യാറാണ്. പക്ഷേ നമ്മുടെ കുടുംബം നമ്മളോടൊപ്പം ഉണ്ടോ? ഈ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്ന ഈ വിഷയത്തിൽ നമ്മോടൊപ്പം നമ്മുടെ കുടുംബമുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ പള്ളിയിൽ വരാറുണ്ട്, കൃത്യമായി ജുമുഅ ജമാഅത്തുകളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്, ദീനി ക്ലാസുകളിൽ നമ്മൾ സംബന്ധിക്കാറുണ്ട്. അവിടെ നമ്മുടെ മക്കളുടെ സാന്നിധ്യമുണ്ടോ, നമ്മുടെ ഭാര്യയുടെ സാന്നിധ്യമുണ്ടോ എന്നത് പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ വെള്ളിയാഴ്ച തന്നെ പള്ളിയിലേക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ അനുകൂല സാഹചര്യമുണ്ടായിട്ടും
ഭാര്യയെയോ മക്കളെയോ കൊണ്ടുവരാത്തവരും നമ്മുടെ കൂടെ ഉണ്ടാകും. പല രക്ഷിതാക്കളും പറയാറുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ല, വിചാരിച്ച പോലെ അവരെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെന്ന് ചോദിച്ചാൽ, ഒരു പരിധിവരെ നാം നമ്മുടെ ദൗത്യം നിർവഹിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം എന്ന് നമുക്ക് കണ്ടെത്താനാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, കുല്ലുക്കും റാഈൻ വമസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളൊക്കെ ഭരണകർത്താക്കളാണ്, നിങ്ങൾക്ക് കീഴിലുള്ളവരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന്. പുരുഷന്മാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ്. ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്, അവരിൽ ചിലർക്ക് ചിലരെക്കാൾ അല്ലാഹു ഫളൽ നൽകിയിട്ടുണ്ട്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരുടെ ബാധ്യത ഏറ്റെടുത്തവരാണ് പുരുഷന്മാർ. അവർക്ക് സാമ്പത്തികമായ ചിലവ് കൊടുക്കേണ്ട ബാധ്യത പുരുഷന്മാർക്കാണ്. പെണ്ണിന് സ്വത്ത് സമ്പാദിക്കാനും ജോലി ചെയ്യാനുമൊക്കെയുള്ള അവകാശം ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ സമ്പത്ത് അവളുടേതു മാത്രമാണ്. അവൾ വല്ലതും അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഭർത്താവിന് കൊടുക്കുന്നുവെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ടതില്ല. എന്നാൽ അവൾക്ക് കിട്ടേണ്ട ബാധ്യതയുണ്ട്. അവൾക്ക് ചെലവിന് കൊടുക്കേണ്ടത് അത് പുരുഷന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ കൈകാര്യകർത്താക്കൾ അത് പുരുഷന്മാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം, പുരുഷന്മാർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം അവിടെയുണ്ട്. നോക്കൂ നിങ്ങൾ, ആ ഉത്തരവാദിത്തം നിർവഹിച്ചവരുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ റളിയല്ലാഹു അൻഹ വലിയ ആശ്വാസമായിരുന്നു. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായിട്ട് അവർ വർത്തിച്ചിട്ടുണ്ട്. ഹിറാ ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഭക്ഷണവുമായി പോയ രംഗം നമ്മളെപ്പോഴെങ്കിലും ഒന്ന് മക്കയിൽ ചെല്ലുമ്പോ ആ ഹിറാ ഗുഹ, അവിടേക്ക് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കയറി പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണവുമായി ഖദീജ റളിയല്ലാഹു അൻഹ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ത്യാഗം നമ്മളൊന്ന് ഓർക്കേണ്ടതാണ്. അവിടുന്ന് വഹീ ലഭിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസപ്പെട്ട് പേടിച്ച് വിറച്ച് പനിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് എത്തിയപ്പോ സമ്മിലൂനി ഖദീജ, ഖദീജ എന്നെ പുതപ്പെട്ട് മൂടിത്തരണമെന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോ അവരിൽ നിന്ന് പ്രവാചകന് കേട്ട ആശ്വാസത്തിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു. പ്രവാചകരെ ഇല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് പറയാണ്, ഇല്ല, അല്ലാഹ് നിങ്ങളെ ഒരിക്കലും നിന്ദിക്കുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്. വതസ്ദുഖുൽ ഹദീസ്, സംസാരത്തിൽ സത്യസന്ധത പുലർത്തുന്നവരാണ് നിങ്ങൾ. വതഹ്മിലുൽ കല്ല, പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം ഏറ്റെടുക്കുന്നവരാണ് നിങ്ങൾ. വതുഖരി അല്ലാഹ്, അതിഥിയെ ആദരിക്കുന്നവരാണ് നിങ്ങൾ. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽഗുണങ്ങൾ എടുത്തു പറഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകന് ആശ്വാസം നൽകിയ ഖദീജ റളിയല്ലാഹു അൻഹയെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ ഇസ്ലാമിക ലോകത്തെ വലിയ പണ്ഡിതയായിരുന്നു. പ്രവാചകന്റെ കൂടെയുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം അവരെ പണ്ഡിതയാക്കി മാറ്റി എന്നതാണ്. ആ മാറ്റമുണ്ടാക്കാൻ നമ്മളിലൂടെ നമുക്ക് സാധ്യമാകണം. സ്വഹാബികൾ അത് ആഗ്രഹിച്ചിട്ടുണ്ട്, അവർ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മാതാവിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രാർത്ഥന നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
കുൻതു അദ്ഉ ഉമ്മി ഇലൽ ഇസ്ലാം വഹിയ മുശ്രിക. എന്റെ ഉമ്മയെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഉമ്മ അന്ന് മുശ്രിക്കത്തായിരുന്നു. ഫദഅഉതുഹാ യൗമൻ ഫഅസ്മഅത്നി ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അക്റഹ. അന്ന് പ്രവാചകനിൽ വിശ്വസിക്കാത്ത മുശ്രിക്കത്തായിരുന്നു. ഞാൻ ക്ഷണിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് എന്റെ ഉമ്മയിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നു. ഫഅതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന അബ്കി. ഞാൻ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എനിക്കിഷ്ടമില്ലാത്തത് എന്റെ ഉമ്മയിൽ നിന്ന് ഞാൻ കേട്ടപ്പോ കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു. ഖുൽതു യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യഹ്ദിയ ഉമ്മ അബീ ഹുറൈറ. റസൂലേ, അബൂ ഹുറൈറയുടെ ഉമ്മക്ക് വേണ്ടി, അബൂ ഹുറൈറയുടെ ഉമ്മക്ക് ഹിദായത്തിന് വേണ്ടി റസൂലേ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഉമ്മ ഈ തൗഹീദിന്റെ മാർഗത്തിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അങ്ങേയറ്റത്തെ ആഗ്രഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇഹ്ദി ഉമ്മി അബീ ഹുറൈറ, അല്ലാഹുമ്മ ഇഹ്ദി ഉമ്മ അബീ ഹുറൈറ. അല്ലാഹുവേ, അബൂ ഹുറൈറയുടെ ഉമ്മക്ക് നീ ഹിദായത്ത് നൽകണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. ഫഖറജതു മുസ്തബ്ശിറൻ ബിദഅവതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പ്രാർത്ഥിച്ചത്? അല്ലാഹുവിന്റെ റസൂലാണ് പ്രാർത്ഥിച്ചത്. വളരെ സന്തോഷവാനായിക്കൊണ്ട് പ്രവാചകന്റെ പ്രാർത്ഥന കാരണത്താൽ ഞാൻ അവിടെ നിന്ന് വന്നു. ഫലമ്മാ സിർതു ഇലൽ ബാബ്. അങ്ങനെ ഞാൻ എന്റെ വാതിൽക്കലേക്ക് ചെന്നപ്പോ എന്റെ ഫസമിഅതു ഉമ്മി ഖശ്ഫ ഖദമയ്യ, എന്റെ കാലടി ശബ്ദം എന്റെ ഉമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. മക്കാനക യാ അബാ ഹുറൈറ. എന്നോട് എന്റെ ഉമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അബൂ ഹുറൈറ നിൽക്കവിടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നപ്പോ എനിക്ക് കേൾക്കാൻ സാധിച്ചത് വെള്ളം ചാടുന്ന ശബ്ദം, വെള്ളത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അവർ കുളിച്ച് വസ്ത്രം ധരിച്ച് അവരുടെ ഹിമാർ, അവരുടെ മുഖമക്കനകൾ ധൃതിപ്പെട്ട് ധരിച്ച് വാതിൽ തുറന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ അബാ ഹുറൈറ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് അവർ അവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. ഫറജഅതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന അബ്കി മിനൽ ഫറഹ് ഫഹമിദല്ലാഹ്. സന്തോഷം കൊണ്ട് കരഞ്ഞ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഫഹമിദല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എന്ന്. ഞാൻ പറഞ്ഞു വന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് തന്റെ മാതാവ് ഇസ്ലാം സ്വീകരിക്കണമെന്ന, ഈ ശരിയായ പാതയിലേക്ക് അവർ കടന്നു വരണമെന്ന അവരുടെ അങ്ങേയറ്റത്തെ ആഗ്രഹമാണ് അത് നമുക്ക് അറിയിച്ചു തരുന്നത്. ആദർശരംഗത്ത് നമ്മുടെ കുടുംബം നമ്മളോടൊപ്പം വേണം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ ചില ആയത്തുകളിലൂടെ ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചു പറയുന്നു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. കുഞ്ഞുമോനെ, നീ ഒരിക്കലും ശിർക്ക് ചെയ്യരുത്. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന അവസ്ഥ നിനക്കുണ്ടാവരുത്. ശിർക്ക് എന്നത് മഹാപാതകമാണ് എന്ന് അവർ തന്റെ മകനെ വിളിച്ച് ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം, യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണം സന്നിഹിതമായ സന്ദർഭം സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അം കുൻതും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗത്ത്. യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണം സന്നിഹിതമായ സമയം ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. തന്റെ മക്കളെ വിളിച്ചിട്ട് ചോദിക്കുകയാണല്ല, മക്കളെ മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലശേഷം മക്കളെ നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? ആ മക്കളുടെ മറുപടി, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്. ഞങ്ങൾ ആരാധിക്കുക നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ പിതാക്കളുടെ ഇലാഹായ പിതാക്കളായ ഇബ്രാഹിം, ഇസ്ഹാഖ്, ഇസ്മായിൽ എന്നിവർ ആരാധിച്ച ഇലാഹം വാഹിദ, ആ ഏകനായ ഇലാഹിനെ മാത്രമേ ഉപ്പ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ ആ റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ്.
യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മരണ സന്ദർഭം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചത് എന്തിനാ? ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ശിർക്കിനെ കുറിച്ച് ഉപദേശിക്കുന്നത്, അതിൽ പെട്ടുപോകരുതെന്ന് ഉപദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാ? മുമ്പ് ജീവിച്ച ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്, മുമ്പ് ജീവിച്ച യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആനിന്റെ അനുയായികളായ നമുക്ക് അവരുടെ ആ ഉപദേശം പഠിപ്പിച്ചു തരുന്നത് എന്തിനു വേണ്ടി? നോക്കൂ നിങ്ങൾ, മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണസമയത്ത് നൽകിയ വസിയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന നബിയല്ലാഹി നൂഹൻ ലമ്മാ ഹളറതുൽ വഫാത്ത്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വഫാത്ത് സന്നിഹിതമായ സമയം അദ്ദേഹം ഖാല ലി ഇബ്നിഹി, തന്റെ മക്കളോട് പറഞ്ഞു, ഇന്നി ഖാസുൻ അലൈക്കൽ വസിയ ആമുറുക ബിസ്നതൈനി വ അൻഹാക അൻ ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ വിരോധിക്കുകയാണ്, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയുമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ് فإن السماوات السبع والأرضين السبع لو وضعن في كفة ووضعت لا إله إلا الله في كفة لرجحت بهن, ഒരു തട്ടിൽ 7 ആകാശവും 7 ഭൂമിയും ഒരു തട്ടിൽ വെച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മറുതട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ടാണ് ഖനം തൂങ്ങുക എന്ന് മക്കളെ ഉപദേശിക്കുകയാണ്. എപ്പോ? മരണ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിലയും വിലയും അതിന്റെ ഗാംഭീര്യം അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം തന്റെ മക്കളെ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഉണർത്തുന്നത് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ് റബ്ബിനോട്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് റബ്ബേ അകറ്റണേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് നിർവഹിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ, റബ്ബേ എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ, റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ എന്ന് അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ഖുർആനിന്റെ അനുയായികളായ നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. എന്തിന്? നമ്മുടെ മക്കളെ ആ നിലക്ക് ഉപദേശിക്കാൻ, എന്നെങ്കിലും തൗഹീദിനെ കുറിച്ച്, തൗഹീദിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, ശിർക്കിന്റെ ഗൗരവത്തെ കുറിച്ച് നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഉത്ബോധിപ്പിച്ചിട്ടുണ്ടോ? ആ വിഷയം നമ്മൾ അവരെ ഉണർത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ആയത്തുകൾ ആരോടാണ് സംസാരിക്കുന്നത്? നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങുകയാണ്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിങ്ങളുടെ അടുത്ത കുടുംബ ബന്ധുക്കൾക്ക് പ്രവാചകരെ നിങ്ങൾ താക്കീത് നൽകണം, മുന്നറിയിപ്പ് നൽകണമെന്ന് പറയുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന തന്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ വിളിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാത്തുൽ കയറിക്കൊണ്ട് ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ നന്മയിൽ, നാം ഇടപെടുന്ന എല്ലാ നന്മയിൽ നമ്മുടെ കുടുംബം ഉണ്ടാവണം, നമ്മുടെ കുടുംബം എല്ലാ നന്മയിലും നമ്മളോടൊപ്പമുണ്ട് എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു തൗഫീഖാണ്. അലി ഫാത്തിമ ദമ്പതികൾ, അലി ഫാത്തിമ റളിയല്ലാഹു അൻഹുമ, ആ ദമ്പതികൾ അഗതികൾക്ക് ഭക്ഷണം കൊടുത്ത ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അവർ ആഗ്രഹിച്ചുണ്ടാക്കിയ ഭക്ഷണം മിസ്കീനും യതീമിനും അതുപോലെ തടവുകാരൻ നൽകിയ ചരിത്രം, വയതഈമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. നോക്കൂ നിങ്ങൾ, ആ ഒരു നന്മയിൽ കുടുംബം കൂടെയുള്ളത് നമുക്കവിടെ കാണാൻ കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അത്ഭുതപ്പെട്ട ചരിത്രം. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, മൻ യുളീഫു ഹാദൽ ലൈൽ, മൻ യുളീഫു ഹാദൽ ലൈല, ഇന്നത്തെ രാത്രി ആരാണ് ഒരു അതിഥിയെ ഏറ്റെടുക്കുക, ഒരു അതിഥിയെ ആദരിക്കുക, ഒരു അതിഥിക്ക് ഭക്ഷണം കൊടുക്കുക? ആരാണ്? ഒന്നും നോക്കിയില്ല. ഒരു സഹാബി, അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഫഖാമ റജുലുൻ മിനൽ അൻസാർ അന യാ റസൂലല്ലാഹ്,
പ്രവാചകരെ ഞാൻ ഏറ്റെടുക്കാം. അള്ളാന്റെ റസൂലിന്റെ അതിഥിയെ സ്വീകരിക്കാൻ കിട്ടിയ അവസരം ഈ സഹാബി ഒന്നും ചിന്തിച്ചില്ല. തന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടോ എന്നുള്ളത് പോലും ആലോചിച്ചിട്ടില്ല. അള്ളാന്റെ റസൂലിന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് എനിക്ക് മറുപടി നൽകണമെന്നുള്ള നിലക്ക് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആ അതിഥിയെ സ്വീകരിക്കുകയാണ്. ആ അതിഥിയുമായി തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്ന് തന്റെ ഭാര്യയോട് ചോദിച്ചു, വല്ലതുണ്ടവിടെ? വീട്ടിൽ ചെന്നിട്ട് ആ അതിഥിയുമായി വീട്ടിലേക്ക് എത്തിയ ശേഷം ചോദിക്കുന്നത്, അല്ല വല്ലതും ഉണ്ടവിടെ? ഭാര്യ പറഞ്ഞു, ഇവിടെ നമ്മളെ മക്കൾക്കുള്ള ഭക്ഷണം അല്ലാതെ വേറൊന്നുമില്ല, നമുക്കും കൂടി ഒന്നും കഴിക്കാനില്ല, കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് മാത്രമേ ഇവിടെയുള്ളൂ എന്ന് പറഞ്ഞു. ആ മക്കളെ ഉറക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിഥിയെ സ്വീകരിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ അതിഥിയെ സ്വീകരിക്കാൻ. വേറൊരു പ്രശ്നമുണ്ട്. അതിഥി ഭക്ഷണം കഴിക്കണമെങ്കിൽ ആതിഥേയനും കൂടെ ഭക്ഷണം കഴിക്കണം. ആതിഥേയന് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ഇല്ല. അവിടെ ഒരു തന്ത്രം ഭാര്യക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നീ എന്ത് ചെയ്യണം? അതിഥി ഇരുന്നു കഴിഞ്ഞാൽ വിളക്ക് ശരിയാക്കുന്നത് പോലെ കാണിച്ച വിളക്കണക്കെടുക്കണം. ഇരുട്ടത്ത് ഭക്ഷിപ്പിക്കുകയാണ്. കാരണം വെളിച്ചമുണ്ടെങ്കിൽ ആതിഥേയൻ ഭക്ഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അതിഥി ഭക്ഷിക്കുകയില്ല. അതുകൊണ്ട് വിളക്ക് കെടുത്തണമെന്ന് പറയുകയാണ്. പിറ്റേ ദിവസം നോക്കൂ നിങ്ങൾ, നേരം വെളുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അജിബല്ലാഹു മിൻ സനീഇകുമാ ബിളൈഫികുമാ അല്ലൈല. ഇന്നലെ രാത്രി നിങ്ങൾ നിങ്ങളുടെ അതിഥിക്ക് നൽകിയ ആ ഒരു ആതിഥേയത്വമുണ്ടല്ലോ, ആ വിഷയത്തിൽ അജിബല്ലാഹ്, അല്ലാഹു പോലും അത്ഭുതപ്പെട്ടിരിക്കുന്നു. അല്ലാഹു പോലും അത്ഭുതപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന് വഹി ഇറങ്ങാൻ ഈ നിലക്കാണ് ഇവർ സ്വീകരിച്ചത് എന്നത്. അല്ലാഹു പോലും അത്ഭുതപ്പെട്ടു. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇനി നമ്മൾ ഒരു അതിഥിയുമായി നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുന്ന രംഗം, വീട്ടിൽ മുൻകൂട്ടി അറിയിക്കാതെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നുമില്ല, മക്കൾക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് പോലും ഇത്ര സുന്ദരമായ അതിഥിയെ സ്വീകരിച്ചു. എന്ന മറുപടി വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ആദർശ രംഗത്ത്, ദീനി രംഗത്ത് തന്റെ ഭർത്താവിനോടൊപ്പം ഭാര്യയുണ്ടായാൽ അവിടെ കാണുന്ന മെച്ചമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ കുടുംബത്തെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നമുക്കറിയാം 7 വയസ്സായാൽ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്നത്. 8 വയസ്സിലും കൽപ്പനയുള്ളൂ, 9 വയസ്സിലും കൽപ്പനയുള്ളൂ, 10 വയസ്സിലും കൽപ്പിച്ചു. 3-4 വർഷം കൽപ്പന തുടർന്നുകൊണ്ടേയിരിക്കുക. 4 വർഷം 3-4 വർഷം കൽപ്പിച്ചിട്ടും അനുസരണ ഇല്ലെങ്കിൽ 10ാമത്തെ വയസ്സിൽ അവരെ അടിക്കണം ആ വിഷയത്തിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അവിടെ പ്രത്യേകം വിശുദ്ധ ഖുർആൻ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. അതിനോട് ചേർത്ത് പറഞ്ഞതാണ് വസ്തബിർ അലൈഹാ. കുടുംബത്തെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, നിരന്തരമായ ക്ഷമ ആ വിഷയത്തിൽ നിനക്കുണ്ടാവണം. കൽപ്പിക്കുമ്പോഴേ ക്ഷമിക്കണം. അതിനോട് ചേർത്താ പറഞ്ഞു ഇസ്തബറ എന്നാണ് പറഞ്ഞത്. ഇസ്തബറ എന്ന് പറ നിരന്തരമായ ക്ഷമ. നിരന്തരമായ ക്ഷമമാണെങ്കിൽ നിരന്തരമായ കൽപ്പന തുടർന്നുകൊണ്ടേയിരിക്കണം. അവിടെ ക്ഷമ വിട്ടുപോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ട് എന്നുള്ളത്, വരാനിടയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വസ്തബിർ അലൈഹ എന്ന പദപ്രയോഗം അതിനോട് ചേർത്ത് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് ക്ഷമയോടുകൂടി നസീഹത്തോടു കൂടിയുള്ള കൽപ്പന, ഇടപെടലാണ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ മക്കളോട് ഉണ്ടാവേണ്ടത്. ഇന്നിപ്പോ എന്താണെന്നറിയോ, മദ്രസിൽ കുറച്ചു കാലങ്ങൾ പറഞ്ഞേക്കും. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ എത്തുമ്പോഴേക്ക് ഇനിയിപ്പോ എന്താ ഓനോട് പറയണം, ഓൻ വലുതായില്ലേ എന്ന് പറയാം. എന്നിട്ട് പിന്നെ കൽപ്പനയില്ല, പിന്നെ ആ നിലക്കുള്ള ഉപദേശങ്ങളില്ല, നിർദ്ദേശങ്ങളില്ല. അവിടെ മക്കൾ ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കും, അവർ ജുമുഅക്ക് സംബന്ധിക്കുന്നുണ്ടോ, അവർക്ക് ജുമുഅക്ക് പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ടോ, മനസ്സിലാകുന്ന ഭാഷയിൽ കുത്തുബ കേൾക്കുന്ന വല്ല പള്ളിയിലേക്കും അവരെ എത്തിക്കാൻ മാർഗമുണ്ടോ, ഇതൊന്നും പലപ്പോഴും ചിന്തിക്കാറില്ല. ഇല്ലെങ്കിൽ അവിടെ നമുക്ക് ആ ചിന്ത വരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളായി അവർ മാറുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ ഭാര്യമാരാണെങ്കിലും മക്കളാണെങ്കിലും ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവല്ലക്കും. വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നാളെ, ഇന്നല്ലെങ്കിൽ നാളെ ശത്രുക്കളായ മക്കൾ, പോറ്റി വളർത്തിയ മക്കൾ, നമ്മുടെ അധ്വാനവും
നമ്മുടെ സമയവും ചെലവഴിച്ച് നമ്മൾ പോറ്റി വളർത്തിയ മക്കൾ റബ്ബനാ അരിനല്ലദീൻ അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജഅലുഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഒന്നിങ്ങ് വിട്ടുക, കാലിനടിയിലിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ ചവിട്ടി അരക്കട്ടെ എന്ന് സ്വന്തം മാതാപിതാക്കൾക്കെതിരെ പോറ്റി വളർത്തിയ മക്കൾ എതിരായി സാക്ഷി പറയുന്ന ഒരു രംഗം വരാതിരിക്കാൻ ദുനിയാവിലും ആഖിറത്തിലും ആ മക്കളെ നമുക്ക് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബോധത്തോടു കൂടി അവരെ വളർത്തുക എന്നതാണ്. പ്രാർത്ഥിക്കാൻ പോലും അവർക്ക് വേണ്ടി പലപ്പോഴും പ്രാർത്ഥിക്കാൻ പോലും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. വെറും ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം നൽകി ഒരു ഭൗതിക വസ്തു മാത്രമാക്കി മക്കളെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പാപമോചനം തേടാനുള്ള അനുവാദം പോലും ഇസ്ലാം നൽകുന്നില്ല. എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കാം? നമുക്ക് ചെയ്യാൻ സാധിക്കുക ജുമുഅക്ക് മക്കളെയും ഭാര്യയെയും മാതാപിതാക്കളെയും ഒക്കെ കൂട്ടിയിട്ട് വരിക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാ മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ദിവസം വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ്. ആ വിളിയുടെ പരിധിയിൽ ആമനു യാ അയ്യുഹല്ലദീന ആമനു എന്ന പരിധിയിൽ മുഴുവൻ വിശ്വാസികളും പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വൃദ്ധരും എല്ലാവരും അടങ്ങുന്നവർ ആ വിളിയിൽ അകപ്പെട്ടു. നിങ്ങൾ പള്ളിയിലേക്ക് വരൂ എന്നതാണ്. സ്ത്രീകൾക്ക് അനുവാദം കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ പറഞ്ഞതാണ്, ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅദനൂ ലഹുൻ. നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുവാദം നൽകണം. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളികളെ തൊട്ട് അല്ലാഹുവിന്റെ ദാസികളെ നിങ്ങൾ തടയരുത് എന്ന് പ്രത്യേകം കൽപ്പനയാണ്. നോക്കൂ, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ തശ്ഹദു കാനത് ഇംറഅതു ലിഉമർ തശ്ഹദു സ്വലാത്ത സുബ്ഹി വൽ ഇശാ ഫിൽ ജമാഅത്തി ഫിൽ മസ്ജിദ്. ഇശാ നമസ്കാരത്തിനും സുബ്ഹ് നമസ്കാരത്തിനും പോലും പള്ളിയിൽ ജമാഅത്തിൽ സംബന്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സുബ്ഹി നമസ്കാരത്തിൽ അന്ന് സ്ത്രീകൾ എങ്ങനെയാണ് വന്നിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭാര്യമാരും ഉമ്മമാരും സഹോദരികളും പള്ളിയിൽ എത്തേണ്ട നടപടികൾ നമ്മൾ സ്വീകരിക്കണം. അവർക്ക് നിർബന്ധമില്ല നമ്മളെപ്പോലെ ജുമുഅക്ക് വരിക എന്നത് സ്ത്രീകൾക്ക് നിർബന്ധമില്ല. എന്നാൽ വന്നാൽ അവർക്ക് പുണ്യമുണ്ട്. ദീന് പഠിക്കാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ദീനനുസരിച്ചുള്ള ജീവിതം സാധ്യമാകും. അത് സാധ്യമാകണമെങ്കിൽ നസീഹത്ത് അവർക്ക് കിട്ടണം, ദീൻ അവർ കേൾക്കണം, പഠിക്കണം, ഉൾക്കൊള്ളണം. അപ്പോഴാണ് കുടുംബം ആ രൂപത്തിൽ കുടുംബത്തിൽ ഈ പറഞ്ഞ സഹാബത്തിന്റെ ജീവിതത്തിലുള്ളതുപോലുള്ള മാറ്റങ്ങൾക്ക് സാധ്യമാകുക. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക. നാളെ കുടുംബസമേതം സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണം വരെ മാത്രമല്ല, മരണാനന്തരവും നാളെ സ്വർഗീയാരാമത്തിലും കുടുംബസമേതം സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയണം. നാളെ പരലോകത്ത് ഇവിടെ സംതൃപ്തമായ ദീനിയായ കുടുംബജീവിതം നയിച്ച കുടുംബം നാളെ പരലോകത്ത് വരുമ്പോ എന്ത് എന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തു തൂറിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വഅഖബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ. പരസ്പരം അഭിമുഖരായി വന്ന് അവർ ചോദിക്കും, അവർ സംസാരിക്കും, അവർ പറയും, ഖാലു ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ഞങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് കഴിഞ്ഞവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. അല്ലാഹ് ഞങ്ങളെ കാത്തു, അല്ലാഹ് ഞങ്ങളെ അനുഗ്രഹിച്ചു. വവഖാനാ അദാബസ് സമൂം. രോമകൂപങ്ങളിൽ കൂടി ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറുന്ന അത്യുഷ്ണമായ നരകച്ചൂടിൽ നിന്നും അല്ലാഹ് ഞങ്ങളെ കാത്തു. ഇന്നഹു ഹുവൽ ബർറുർ റഹീം.
ഇന്നഹു ഹുവൽ ബർറുർ റഹീം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ. ഞങ്ങൾ ഇതിനു മുമ്പ് അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അല്ലാഹനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇന്നഹു ഹുവൽ ബർറുർ റഹീം, അവൻ അങ്ങേയറ്റം ബർറ് ചെയ്യുന്നവനാണ്, പുണ്യം ചെയ്യുന്നവനാണ്, അവൻ കരുണാവാരിധിയാണ് എന്നൊക്കെ സ്വർഗവാസികൾ ഇവിടെ കുടുംബസമേതം ആ നിലക്ക് ജീവിച്ചവർ നാളെ പരലോകത്ത് നടക്കുന്നവർക്കിടയിലെ സംസാരം വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരാം. ആ നിലക്ക് ജീവിച്ചവര് സ്വർഗീയാരാമത്തിലേക്ക് ഭാര്യാഭർത്താക്കന്മാരെ സന്തോഷത്തോടുകൂടി ആനയിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉദ്ഖുലുൽ ജന്ന അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും ആനന്ദഭരിതരായി കടന്നു വരൂ ഈ സ്വർഗീയാരാമത്തിലേക്ക് എന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്നുണ്ട്. അതിന് സാധ്യമാകണമെങ്കിൽ നമ്മുടെ കുടുംബം അതിനനുസരിച്ച് വളരേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട്. സഹാബത്ത് ഒരിക്കൽ റസൂലിനോട് ചോദിച്ചു, റസൂലെ അയ്യുൽ മാലി നത്തഖിദ് യാ റസൂലല്ലാഹ്, റസൂലെ ഞങ്ങൾ സമ്പാദിക്കേണ്ട സമ്പാദ്യം എന്താണ്? 3 സമ്പാദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ നമ്മൾ സമ്പാദിക്കേണ്ട 3 സമ്പാദ്യം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് 1 ലിസാനൻ ദാക്കിറ, ലിസാനൻ ദാക്കിറ, ദിക്ർ ചൊല്ലുന്ന ഒരു നാവ് നമുക്കുണ്ടാവുക എന്നുള്ളത്. 2 വഖൽബൻ ശാക്കിറ, നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവുക എന്നുള്ളത്. 3-മത്തേത് വസൗജത്തൻ, ഒരു ഇണയുണ്ടാവുക എന്നത്. തുഈനു അലാ അഹദികും ഫീ അംറിൽ ആഖിറ, നിന്റെ പരലോകത്തിന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന ഒരു ഭാര്യ, ഒരു ഇണ നിനക്കുണ്ടാവുക എന്നത് ദുനിയാവിൽ നീ സമ്പാദിക്കേണ്ട സമ്പാദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ ഒരു സമ്പാദ്യം നമുക്കുണ്ടെങ്കിൽ ഇവിടെ സ്വസ്ഥപൂർണമാണ്, സമാധാനപൂർണമായ കുടുംബജീവിതം സാധ്യമാണ്. അതോടൊപ്പം മരണാനന്തരം നാളെ സ്വർഗീയാരാമത്തിലും ആ ജീവിതം സാധ്യമാണ് എന്നതാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് നാളെ പരലോകത്ത് കുടുംബസമേതം സ്വർഗീയാരാമത്തിലേക്ക് മലക്കുകളുടെ ആശീർവാദം കേട്ട് കടന്നു ചെല്ലാനുള്ള മഹാസൗഭാഗ്യം റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നു പോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധു മിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويقضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.